കുറ്റം ചെയ്തവരെ പിടിച്ചു, അതിലേറെ സന്തോഷമുണ്ട്. അതിന് എത്രമാത്രം ശിക്ഷ കിട്ടാൻ പറ്റുമോ അത്രമാത്രം ശിക്ഷ മേടിച്ച് കൊടുക്കുക എന്നുള്ളതാണല്ലോ. നമ്മൾ ഒരു കുറ്റവും ഒന്നും ചെയ്യാത്ത ഒരാളാണ് മരണപ്പെട്ടത്. അവരുടെ അപ്പനും അമ്മേൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് അവളെ ശരിക്കും എന്താ പറയുക, അതിനറിയാം, അവളെ കൊണ്ട് കാണിക്കണം അതെല്ലാം. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പം മകൻ മരിച്ചു പോവുക, അല്ലെ മക്കൾ മരിച്ചു പോവുക, അതിന് എന്തുമാത്രം നൊമ്പരം ഉണ്ടാവും, ആ വളർത്തിയ രീതി വെച്ചിട്ട് എന്തുമാത്രം നൊമ്പരം ഉണ്ടാവും എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ അതൊന്ന് ശരിക്കും അവളെ കൊണ്ട് കാണിക്കണം. ആ വീട്ടിലെ രീതികളും കാര്യങ്ങളും. അപ്പനും അമ്മയൊക്കെ എന്ത് ചെയ്യും ഇനിയിപ്പം? അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. റിമാൻഡ് ചെയ്യുകയല്ല, അവളെ പൊതുസമൂഹത്തിലേക്ക് എന്താ പറയുക ഒന്ന് കാണിക്കുമെങ്കിലും ചെയ്യണമായിരുന്നു. 14 ദിവസം റിമാൻഡ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ റിമാൻഡ് ചെയ്തപ്പോൾ രക്ഷപ്പെട്ടു. എന്നറിയോ, ഒരു ക്യാമറയ്ക്ക് മുന്നിൽ പോലും കാണാതെ വരെ പോയി. കാണിക്കണം എന്നറിയാം, പബ്ലിസിറ്റി കൊണ്ട് കാണിച്ച് അവൾ നിന്ന് വർത്താനം പറഞ്ഞല്ല എല്ലാ കാര്യങ്ങളും. പക്ഷെ അതുപോലെ ആയിരിക്കണം, അവിടെ കൂടെ കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒരാളോട് പോലും അങ്ങനെയൊന്നും ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അതൊക്കെ എന്താ പറയുക, ദൈവത്തിന് നിരക്കാത്തൊരു കാര്യങ്ങളൊക്കെയാണ്. അവൾ ചെയ്തതും എഡിറ്റ് ചെയ്തതും എല്ലാം ഫോൺ കണ്ടുപിടിച്ചെല്ലാം ചെയ്യട്ടെ. എന്നറിയോ, ആ ചേട്ടായിക്ക് എന്താ പറയുക, ആ ചേട്ടായിക്ക് കിട്ടുന്ന നീതി അത് തന്നെ. ആ നീതി ഇനിയിപ്പം നമുക്ക് നീതിയെ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കണക്കൂട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ഒന്നുമില്ല. ചേട്ടന് നമുക്ക് തിരിച്ച് കിട്ടില്ല. അത്രയും വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒരാണുങ്ങൾക്കും ഇനിയും അങ്ങനെ സംഭവിക്കരുത്. എല്ലാവർക്കും അവരുടേതായ നീതിയും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. അതൊക്കെ ഏറ്റവും വലുത്.